friends, it's me Praveen. Welcome back to Computes. ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോർഷൻ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിൽ നിന്നും അട്രാക്റ്റീവ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ആയ വാൻ ഡെർ വാൾ ഫോഴ്സിനെ പറ്റി, ദെൻ ഒരു സിസ്റ്റത്തിനുള്ള പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് മൂലം ഉണ്ടാകുന്ന തെർമൽ എനർജിയെ പറ്റി, അതിനുശേഷം തെർമൽ എനർജിയും ഇന്റർമോളിക്കുലർ ഫോഴ്സും ഈ രണ്ടിന്റെയും പ്രിഡോമിനൻസ് എങ്ങനെയാണ് സോളിഡ് ലിക്വിഡ് ഗേഷ്യസ് സ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞു. ദെൻ ഗേഷ്യസ് സ്റ്റേറ്റിന്റെ പ്രത്യേകതകൾ പറഞ്ഞു. ഗ്യാസ് ലാസിലെ ആദ്യത്തേതായ ബോയിൽസ് ലാ പറഞ്ഞു. ശരി, നമ്മളിനി രണ്ടാമത്തെ ഗ്യാസ് ലോയെ പറ്റിയാണ് ഇന്ന് പറയുക. സോ രണ്ടാമത്തെ ഗ്യാസ് ലോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ പറയുക കെൽവിൻ സ്കെയിൽ എന്ന ടെമ്പറേച്ചർ സ്കെയിലിനെ പറ്റിയാണ്. സോ നമ്മൾ ഇന്ന് ആദ്യം പറയുക കെൽവിൻ സ്കെയിൽ എന്ന ടെമ്പറേച്ചർ സ്കെയിലിനെ പറ്റിയാണ്. നോക്കൂ, എന്താണ് കെൽവിൻ സ്കെയിൽ? അതിന് നിങ്ങൾ ആദ്യം അറിയേണ്ടത്, ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് ഗ്യാസ് അല്ലെങ്കിൽ ഒരു ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് ഗ്യാസ് നിങ്ങൾ എടുക്കുന്നു. അതിന്റെ ടെമ്പറേച്ചർ നിങ്ങൾ കൂട്ടിയാൽ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റിന്റെ വേഗത വർദ്ധിക്കും. സോ അതുപോലെ ഇത് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും അല്ലെ, അപ്പൊ വോളിയം കൂടാൻ തുടങ്ങും. ഇനി ടെമ്പറേച്ചർ കുറച്ചാലോ ആ പാർട്ടിക്കിൾസ് വളരെ അടുത്തേക്ക് വരും. ടെമ്പറേച്ചർ കുറയ്ക്കുന്നതിനനുസരിച്ച് പാർട്ടിക്കിൾസിന്റെ കൈനറ്റിക് എനർജി കുറയുന്നു, അവരുടെ മൂവ്മെന്റിന്റെ വേഗത കുറയുന്നു. സോ പാർട്ടിക്കിൾസ് അടുത്തേക്ക് വരുന്നു അല്ലെ. അപ്പൊ ടെമ്പറേച്ചർ കൂട്ടിയാൽ പാർട്ടിക്കിൾസ് അകലുന്നു, വോളിയം കൂടുന്നു. ടെമ്പറേച്ചർ കുറച്ചാൽ പാർട്ടിക്കിൾസ് അടുത്തേക്ക് വരുന്നു, വോളിയം കുറയുന്നു. സോ വോളിയം ഓഫ് എ ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് increases with increase in temperature and decreases during cooling. അപ്പോൾ ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് ഗ്യാസിന്റെ വോളിയം അതിനെ തണുപ്പിക്കും തോറും കുറയുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ശരി, ഞാൻ അങ്ങനെയാണെങ്കിൽ വോളിയം വേഴ്സസ് ടെമ്പറേച്ചർ എടുത്താൽ, അപ്പോൾ y ആക്സിസിൽ വോളിയം ഓഫ് ഗ്യാസും x ആക്സിസിൽ ടെമ്പറേച്ചറും എടുക്കുന്നു. അപ്പൊ ഇവിടെ 0 ഡിഗ്രി, ഇവിടുന്ന് ഇങ്ങോട്ട് 1, 2, 3, 4 ഇങ്ങനെ ടെമ്പറേച്ചർ കൂടി പോകുന്നു. അതുപോലെ ഇവിടേക്ക് ടെമ്പറേച്ചർ കുറഞ്ഞു. ശരി, ഓക്കെ. നോക്കൂ, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസ്, നിങ്ങളൊരു നിശ്ചിത എമൗണ്ട് ഓഫ് ഗ്യാസ് എടുത്തു, അതിന് ഇത്രയും വോളിയം ഉണ്ടെന്ന് സങ്കല്പിച്ചോളൂ. അപ്പൊ നോക്കൂ, ഈ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ കറസ്പോണ്ടിങ് കറക്റ്റായി നിങ്ങൾ മാർക്ക് ചെയ്ത് കാണിച്ചാൽ ഈ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഇത്രയും വോളിയമാണ് നിങ്ങളുടെ ഗ്യാസിനുള്ളത്. ഓക്കെ, അപ്പൊ ഈ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ നിങ്ങൾ എടുത്ത ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് ഗ്യാസിന് ഇത്രയും വോളിയം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പോയിന്റ് ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് എടുത്തു, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അതിന് ഇത്രയും വോളിയം ഉണ്ട്. നോക്കൂ, ടെമ്പറേച്ചർ എക്സ് ആക്സിലാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പൊ ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ടെമ്പറേച്ചർ കൂടി പോവുകയല്ലേ, ടെമ്പറേച്ചർ കൂടുകയാണ്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? കുറയും. അതുപോലെ വോളിയം മുകളിലേക്ക് കൂടുകയാണ്, അപ്പൊ താഴേക്ക് വോളിയം എന്ത് ചെയ്യും? കുറയും. ക്ലിയർ? ശരി, ഞാൻ ഈ നിശ്ചിത എമൗണ്ട് ഓഫ് ഗ്യാസിന്റെ ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്ത് സംഭവിക്കും നിങ്ങൾക്കറിയാം? വോളിയം കൂടാൻ തുടങ്ങും അല്ലെ, വോളിയം ഇങ്ങോട്ട് കൂടി പോകാൻ തുടങ്ങും. ക്ലിയർ? ശരിയെങ്കിൽ ഇതിന്റെ ടെമ്പറേച്ചർ കുറച്ചാൽ, അഥവാ ഈ ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസിനെ നിങ്ങൾ കൂൾ ചെയ്താൽ അതിന്റെ വോളിയം എന്ത് ചെയ്യാൻ തുടങ്ങും? കുറയാൻ തുടങ്ങും. വോളിയം ഇങ്ങനെ കുറഞ്ഞു വരാൻ തുടങ്ങും അല്ലെ. സോ വോളിയം ഓഫ് എ ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് ഡിക്രീസസ് ഡ്യൂറിങ് കൂളിംഗ്. ഇങ്ങനെ തണുപ്പിക്കും തോറും അതിന്റെ വോളിയം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ ടെമ്പറേച്ചർ കുറയുന്നു, സോ തണുപ്പിക്കുന്നു. അപ്പൊ വോളിയം താഴേക്ക് എന്ന് വെച്ചാൽ വോളിയം കുറയുക. നോക്കൂ, ഇങ്ങനെ വോളിയം കുറഞ്ഞു വരുന്നു. അങ്ങനെ കുറഞ്ഞ് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എത്തിയാൽ ഗ്യാസ് 0 വോളിയം ഒക്യുപ്പൈ ചെയ്യുന്നതായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. അവിടെ വരെ നമുക്ക് വരയ്ക്കാൻ സാധിക്കില്ല. നമുക്ക് നോക്കൂ, ഈ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ നിങ്ങളുടെ ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസിന് ഇത്രയും വോളിയം ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ടെമ്പറേച്ചർ കുറയ്ക്കും തോറും, അതായത് കൂൾ ചെയ്യും തോറും എന്ത് ചെയ്യും? ഗ്യാസിന്റെ വോളിയം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ വരെയൊക്കെ വരയ്ക്കാൻ പറ്റും. ബാക്കി നമ്മൾ ഈ സ്ട്രേറ്റ് ലൈൻ കംപ്ലീറ്റ് ചെയ്താലേ, നോക്കൂ, ഇതിനെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ മുട്ടിച്ചാൽ ഈ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ നിങ്ങളുടെ ഗ്യാസിന്റെ വോളിയം കുറഞ്ഞു എത്രയായി മാറുന്നതായി കണ്ടു? 0 ആയി മാറുന്നു. കണ്ടോ, വോളിയം കുറഞ്ഞ് ഇത് 0 ആയിട്ട് മാറുന്നു. സോ ഈ ഹൈപ്പോത്തറ്റിക്കൽ ടെമ്പറേച്ചർ, ഈ ടെമ്പറേച്ചർ, അവിടെ ഗ്യാസിന്റെ വോളിയം 0 ആയിട്ട് മാറുന്നു അല്ലെ. സോ വോളിയം ഓഫ് ഗ്യാസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് ഡിക്രീസസ് ഡ്യൂറിംഗ് കൂളിംഗ്. അങ്ങനെ നിങ്ങൾ കുറച്ചുകൊണ്ടിരുന്നാൽ ടെമ്പറേച്ചർ കുറയ്ക്കും തോറും ഗ്യാസിന്റെ വോളിയം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ കുറഞ്ഞതാ ഇതിന് ശേഷമുള്ള ഭാഗം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നതാണ് സ്ട്രേറ്റ് ലൈൻ. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് ഒരു -273.15 ഡിഗ്രി സെൽഷ്യസ് എത്തിയ സമയത്ത്
നിങ്ങളുടെ ഗ്യാസ് സപ്പോസ്ഡ് ടു ഒക്യുപ്പൈ 0 വോളിയം. സോ ദി ഹൈപ്പോത്തറ്റിക്കൽ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ ഗ്യാസ് സപ്പോസ്ഡ് ടു ഒക്യുപ്പൈ 0 വോളിയം ഈസ് കാൾഡ് അബ്സല്യൂട്ട് സീറോ. അപ്പൊ ഈ ടെമ്പറേച്ചറിനെ ഞാൻ വിളിക്കുന്ന പേര് കൂട്ടുകാരെ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ. അപ്പൊ ക്ലിയർ ആണല്ലോ? എന്താ നമ്മൾ പറഞ്ഞേ? വോളിയം ഓഫ് ഗ്യാസസ് ഇൻക്രീസസ് ഓൺ വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് ഡിക്രീസസ് ഡ്യൂറിംഗ് കൂളിംഗ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ഫിക്സഡ് എമൗണ്ട് ഗ്യാസിന്റെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ വോളിയം ഇത്രയാണെന്ന് പരിഗണിക്കൂ. അതിനെ നിങ്ങൾ തണുപ്പിക്കുമ്പോൾ, അതായത് അങ്ങോട്ടാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നു, ഇങ്ങോട്ടാണെങ്കിൽ ടെമ്പറേച്ചർ കുറയുന്നു. അതായത് കൂൾ ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കുറയ്ക്കും തോറും അതിന്റെ വോളിയം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് ശേഷം നമുക്ക് കുറച്ച് ഉള്ള വോളിയം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇങ്ങനെ വോളിയം കുറഞ്ഞു നോക്കൂ, -273.15 ഡിഗ്രി സെൽഷ്യസ് എന്ന ഈ ടെമ്പറേച്ചറിൽ വോളിയം 0 ആയിട്ട് മാറി. ഇങ്ങനെ വോളിയം ഓഫ് ഗ്യാസ് 0 ആയിട്ട് മാറുന്ന ഈ ഹൈപ്പോത്തറ്റിക്കൽ ടെമ്പറേച്ചറിനെ ഞാൻ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ എന്താണ് അബ്സല്യൂട്ട് സീറോ? സോ the hypothetical temperature or the imaginary temperature at which gas is supposed to occupy 0 volume. അങ്ങനെ ഗ്യാസ് 0 വോളിയം ഒക്യുപ്പൈ ചെയ്യുന്ന ഈ ടെമ്പറേച്ചറിനെ ഞാൻ വിളിക്കുന്ന പേര് അബ്സല്യൂട്ട് സീറോ. ഫ്രണ്ട്സ്, അബ്സല്യൂട്ട് സീറോയിൽ നിന്ന് ആരംഭിക്കുന്ന ടെമ്പറേച്ചർ സ്കെയിലിന്റെ പേരാണ് കെൽവിൻ സ്കെയിൽ. അപ്പൊ കെൽവിൻ സ്കെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അബ്സല്യൂട്ട് സീറോയിൽ നിന്നാണ്. ക്ലിയർ? അപ്പൊ കെൽവിൻ സ്കെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? അബ്സല്യൂട്ട് സീറോയിൽ നിന്നാണ്. അപ്പൊ ഈ -273.15 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ആരംഭിക്കുന്ന സ്കെയിലാണ് കെൽവിൻ സ്കെയിൽ. അപ്പൊ 0 കെൽവിൻ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? -273.15 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ 1 കൂട്ടുന്നു. -273.15 1 കൂട്ടിയാൽ അത് -272.15 ആവും അല്ലെ? പ്ലസ് 1 കൂട്ടുമ്പോ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം കൊടുക്കുക, അങ്ങനെയല്ലേ നമ്മൾ കൂട്ടുക. അപ്പൊ -273.15 നമ്മൾ 1 കൂട്ടിയാൽ -272.15 ഡിഗ്രി സെൽഷ്യസ് ആവുമ്പോൾ ഇവിടെ 1 കൂടും അല്ലെ? 1 കെൽവിൻ. അപ്പൊ -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ് 0 കെൽവിൻ. -272.15 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ 1 കെൽവിൻ. അപ്പൊ ഞാൻ അവിടെ 2 കൂട്ടിയാലോ? -273.15 2 കൂട്ടിയാൽ -271.15 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ഇവിടെ എത്രയാവും? 0ക്ക് 2 കൂട്ടണം, 2 കെൽവിൻ. അപ്പൊ ഞാൻ രണ്ടു വശത്തും 273.15 ഡിഗ്രി ആഡ് ചെയ്യുന്നു സങ്കല്പിക്കൂ. അപ്പൊ ഇവിടെയും 273.15 ആഡ് ചെയ്യുന്നു, ഇവിടെയും 273.15 ആഡ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ -273.15 പ്ലസ് 273.15 എത്ര വരും? 0 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ 273.15 കൂട്ടിയാൽ 273.15 കെൽവിൻ. സോ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നതാണ് 273.15 കെൽവിൻ. കൂട്ടുകാരെ, അപ്പൊ ഗ്യാസിനെ നിങ്ങൾ തണുപ്പിച്ചാൽ അതിന്റെ വോളിയം കുറയും. അങ്ങനെ കുറഞ്ഞ് ഗ്യാസിന്റെ വോളിയം 0 ആയി മാറുന്ന -273.15 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ അബ്സല്യൂട്ട് സീറോ എന്ന് വിളിക്കും. അബ്സല്യൂട്ട് സീറോ അഥവാ -273.15 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ആരംഭിക്കുന്ന ടെമ്പറേച്ചർ സ്കെയിലിന്റെ പേര് കെൽവിൻ സ്കെയിൽ. കെൽവിനാണ് ഈ ടെമ്പറേച്ചർ സ്കെയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ -273.15 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നതാണ് 0 കെൽവിൻ. എങ്കിൽ ഇരുവശത്തും നിങ്ങൾ 273.15 കൂട്ടിയാൽ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് എത്ര കെൽവിൻ ആയിരിക്കും? 273.15 കെൽവിൻ ആയിരിക്കും. അപ്പൊ 1 ഡിഗ്രി സെൽഷ്യസ് എത്ര കെൽവിൻ ആയിരിക്കും? 274.15 കെൽവിൻ അഥവാ 273.15 പ്ലസ് 1 കെൽവിൻ അല്ലെ? അപ്പൊ 2 ഡിഗ്രി സെൽഷ്യസ് എത്രയായിരിക്കും? 273.15 പ്ലസ് 2 കെൽവിൻ. അങ്ങനെയാണെങ്കിൽ എക്സ് ഡിഗ്രി സെൽഷ്യസ് എത്രയായിരിക്കും? 273.15 പ്ലസ് എക്സ് കെൽവിൻ. ക്ലിയർ? അപ്പൊ 10 ഡിഗ്രി സെൽഷ്യസ് എത്ര കെൽവിൻ ആയിരിക്കും? 273.15 പ്ലസ് 10 കെൽവിൻ. അപ്പൊ ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? 273.15 കൂട്ടുക. 10 ഡിഗ്രി സെൽഷ്യസ് എത്ര കെൽവിൻ? 273.15 പ്ലസ് 10 കെൽവിൻ. അപ്പൊ ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? 273.15 കൂട്ടും. ക്ലിയർ ആണല്ലോ? സോ കൂട്ടുകാരെ, ദാറ്റ് ഓൾ അബൌട്ട് കെൽവിൻ സ്കെയിൽ. അപ്പൊ കെൽവിൻ സ്കെയിൽ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ മാത്രം നമുക്ക് ചാൾസ് ലൈയിലേക്ക് അഥവാ രണ്ടാമത്തെ ഗ്യാസിലായ ചാൾസ് ലൈയിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഗ്യാസ് ലൈയിലേക്ക് പോകുന്നു. സെക്കൻഡ് ഗ്യാസിലോ ചാൾസ് ല. ശരി, ഇപ്പൊ രണ്ടാമത്തെ ഗ്യാസിലായ ചാൾസ് ലൈയിലേക്കാണ് നമ്മൾ പോവുക. നോക്കൂ, നമ്മളിപ്പോ പറഞ്ഞിരുന്നല്ലോ കൂട്ടുകാരെ, വോളിയം ഓഫ് ഗ്യാസ് ഡിക്രീസസ് ഡ്യൂറിംഗ് കൂളിംഗ് ആൻഡ് ഇൻക്രീസസ് ഓൺ ഹീറ്റിംഗ്. ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസിന്റെ വോളിയം നിങ്ങൾ അതിനെ തണുപ്പിക്കും തോറും കുറയുന്നു, അതുപോലെ നിങ്ങൾ അതിനെ ചൂടാക്കും തോറും കൂടുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ശരി, എങ്കിൽ കൂട്ടുകാരൻ, ഞാൻ ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് എടുത്തു. അതിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂട്ടിന്ന് സങ്കല്പിക്കുക. നോക്കൂ, ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസ്, അതിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂട്ടിന്ന് സങ്കല്പിക്കുക. വെൻ ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 1 ഡിഗ്രി, volume increases by 1/273.15 of its initial volume. Clear?
ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസിന്റെ ടെമ്പറേച്ചർ നിങ്ങൾ 1 ഡിഗ്രി കൂട്ടിയാൽ അതിന്റെ വോളിയം, ഇതിന്റെ ഇപ്പോഴത്തെ വോളിയം ആദ്യം ഉണ്ടായിരുന്ന വോളിയത്തിന്റെ 1/273.15 മടങ്ങായി വർദ്ധിക്കും. ക്ലിയർ? ഒന്നുകൂടി, നിങ്ങളൊരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂടിയാൽ വോളിയം ആദ്യം ഉണ്ടായിരുന്ന വോളിയത്തിന്റെ 1/273.15 മടങ്ങായി വർദ്ധിക്കും. ഞാനൊന്ന് വ്യക്തമാക്കിയാൽ നോക്കൂ, ലെറ്റ് ദി initial volume of a fixed amount of gas is V0. Okay. ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസിന്റെ ഇനിഷ്യൽ വോളിയം V0 ആണെന്ന് സങ്കല്പിക്കും. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആദ്യത്തെ വോളിയം V0. When temperature is increased by 1 degree, ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂടിയെന്ന് സങ്കല്പിക്കും. ഓക്കെ, ദെൻ വോളിയം അതായത് പുതുതായി ഉണ്ടാകുന്ന വോളിയം, ന്യൂ വോളിയം, അത് 1 ഡിഗ്രി കൂടിയപ്പോൾ വോളിയം ഞാൻ V1 എന്ന് പറയാണ്. V1 is equal to ഇനിഷ്യൽ വോളിയത്തിനൊപ്പം അതിന്റെ എത്ര മടങ്ങായി വർദ്ധിക്കുന്ന പറഞ്ഞ് 1/273.15 ഓഫ് ഇനിഷ്യൽ വോളിയം. അപ്പൊ ആദ്യ വോളിയം V0 അതിന്റെ 1/273.15 മടങ്ങായി വർദ്ധിക്കും. സോ ആദ്യ വോളിയത്തിനൊപ്പം ആദ്യ വോളിയം V0യുടെ 1/273.15 മടങ്ങായി വർദ്ധിക്കും. അപ്പൊ ആദ്യ വോളിയം 5 ലിറ്റർ ആണെങ്കിൽ 5 ലിറ്റർ പ്ലസ് 1/273.15 ഓഫ് 5. അപ്പൊ ആദ്യ വോളിയത്തിനൊപ്പം അതിന്റെ 1/273.15 മടങ്ങായി വർദ്ധിക്കും. അപ്പൊ നോക്കിയ കൂട്ടുകാരെ, ഇനിഷ്യൽ വോളിയം ഓഫ് ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് ഇസ് V0. ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസിന്റെ ഇനിഷ്യൽ വോളിയം V0 ആണെന്ന് സങ്കല്പിക്കും. നിങ്ങൾ ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂട്ടിയാൽ പുതുതായി ഉണ്ടാകുന്ന വോളിയം V1 എന്ന് പറയുന്നത് V0 ഇനിഷ്യൽ വോളിയത്തിനൊപ്പം 1/273.15 ഓഫ് ഇനിഷ്യൽ വോളിയം വർദ്ധിക്കും. അപ്പൊ നിങ്ങൾ ടെമ്പറേച്ചർ 2 ഡിഗ്രി കൂട്ടി എന്ന് വെച്ചോ. വെൻ ടെമ്പറേച്ചർ ഈസ് increased by 2 ഡിഗ്രി, അപ്പോ പുതുതായി ഉണ്ടാകുന്ന വോളിയം V2 എത്രയായിരിക്കും? ഇനിഷ്യൽ വോളിയത്തിനൊപ്പം ആ ഇനിഷ്യൽ വോളിയത്തിന്റെ 2/273.15 ആയിട്ട് വോളിയം വർദ്ധിക്കും അല്ലെ. അപ്പൊ നിങ്ങൾ ഓരോ ഡിഗ്രി, ഫോർ ഈച്ച് ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചർ വോളിയം ഇൻക്രീസസ് ബൈ 1/273.15 ഓഫ് ഇറ്റ്സ് ഇനിഷ്യൽ വോളിയം. ഓക്കെ, അപ്പൊ ഓരോ ഡിഗ്രി കൂട്ടുമ്പോഴും വോളിയം എന്ത് ചെയ്യും? 1/273.15 ഓഫ് ഇറ്റ്സ് ഇനിഷ്യൽ വോളിയം വർദ്ധിക്കും. അപ്പോ ആദ്യ വോളിയം V0 ആണ്. നിങ്ങൾ ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂട്ടിയാൽ പുതുതായി ഉണ്ടാകുന്ന വോളിയം എത്ര? ഇനിഷ്യൽ വോളിയം V0 പ്ലസ് 1/273.15 ഇനിഷ്യൽ വോളിയം. അപ്പൊ 2 ഡിഗ്രി കൂട്ടിയാൽ എന്ത് സംഭവിക്കും? ഫൈനൽ വോളിയം V2, പുതിയ വോളിയം V2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇനിഷ്യൽ വോളിയം പ്ലസ് 2/273.15 ഓഫ് ഇനിഷ്യൽ വോളിയം. അപ്പൊ ഓരോ ഡിഗ്രി കൂട്ടുമ്പോഴും അതിന്റെ ഇത്രയും മടങ്ങായി വർദ്ധിച്ചുകൊണ്ടിരിക്കുക അല്ലെ. അപ്പോ നിങ്ങൾ ടെമ്പറേച്ചർ 10 ഡിഗ്രി വർദ്ധിപ്പിച്ചു, പുതിയ വോളിയം എത്രയായിരിക്കും? സോ പുതിയ വോളിയം V10 എന്ന് കൊടുക്കണം. V10 is equal to V0 plus 10/273.15 ഓഫ് ഇനിഷ്യൽ വോളിയം. ശരി കൂട്ടുകാരെ, അങ്ങനെയാണെങ്കിൽ when temperature is increased by T ഡിഗ്രി, ടെമ്പറേച്ചർ നിങ്ങൾ T ഡിഗ്രി കൂട്ടുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ ഇനിഷ്യൽ വോളിയം ഓഫ് ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് ഇസ് V0 and temperature is increased by 1 ഡിഗ്രി. ന്യൂ വോളിയം V1 എന്ന് പറയുന്നത് V0 plus 1/273.15 ഓഫ് V0 അല്ലെ. അങ്ങനെയാണെങ്കിൽ when temperature is increased by T ഡിഗ്രി, ടെമ്പറേച്ചർ T ഡിഗ്രി സെൽഷ്യസ് വർദ്ധിപ്പിച്ചിരിക്കട്ടെ. അപ്പൊ പുതിയ വോളിയം എത്രയായിരിക്കും? ന്യൂ വോളിയം VT എന്നല്ലേ നമ്മൾ പറയേണ്ട, പുതുതായി ഉണ്ടാകുന്ന വോളിയം VT. അത് എത്രയായിരിക്കും? ഇനിഷ്യൽ വോളിയം V0ക്കൊപ്പം എത്ര വർദ്ധിക്കണം? T/273.15 ഓഫ് ഇനിഷ്യൽ വോളിയം. ക്ലിയർ? അപ്പൊ നിങ്ങൾ ഗ്യാസിന്റെ വോളിയം ഗ്യാസിന്റെ ടെമ്പറേച്ചർ T ഡിഗ്രി വർദ്ധിപ്പിച്ചാൽ എന്ത് ചെയ്യും? പുതിയ വോളിയം VT എന്ന് പറയുന്നത് ഇനിഷ്യൽ വോളിയത്തിനൊപ്പം അതിന്റെ T/273.15 മടങ്ങായി വർദ്ധിക്കും. ക്ലിയർ? ശരി, എങ്കിൽ കൂട്ടുകാരെ, ഞാൻ ഇവിടുന്ന് V0 കോമൺ എടുത്താൽ പുതുതായി ഉണ്ടാകുന്ന വോളിയം VT സമം അപ്പൊ ഞാൻ ഇവിടുന്ന് V0 കോമൺ എടുത്തു. V0 ഇൻറ്റു ബാക്കി എന്തുണ്ട്? V0 പോയി കഴിഞ്ഞാൽ ഇവിടെ 1, ഇവിടുന്ന് V0 പോയി കഴിഞ്ഞാൽ T/273.15. ക്ലിയർ? അപ്പോ
ടെമ്പറേച്ചർ ടി ഡിഗ്രി വർദ്ധിപ്പിക്കുന്ന സമയത്ത് പുതുതായി ഉണ്ടാകുന്ന വോളിയം വി ടി സമം വി സീറോ പ്ലസ് ടി ബൈ 273.15 വി സീറോ. കാരണം ഓരോ ഡിഗ്രി ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം 1/273.15 മടങ്ങായിട്ട് വർദ്ധിക്കും. അപ്പൊ ടി ഡിഗ്രി കൂട്ടുമെങ്കിൽ ടി ബൈ 273.15 വി സീറോ ആയിട്ട് വർദ്ധിക്കും. സോ ഫൈനൽ വോളിയം വി ടി ഈസ് ഈക്വൽ ടു വി സീറോ പ്ലസ് ടി ബൈ 273.15 വി സീറോ. ശരി, എങ്കിൽ വി ടി സമം ഞാൻ ഇവിടുന്ന് വി സീറോയും കോമൺ എടുത്തു. വി സീറോ ഇൻറ്റു ബാക്കി ഇവിടെ എന്തുണ്ട് 1 പ്ലസ് ഇവിടുന്ന് വി സീറോ ബൈ ബാക്കി എന്തുണ്ട് ടി ബൈ 273.15. ക്ലിയർ? ശരി, എങ്കിൽ ഈ വി സീറോ ഇനി ഇപ്പുറത്ത് വരട്ടെ. അപ്പോ വി ടി ബൈ വി സീറോ സമം വി സീറോ ഇനി പുറത്തു പോയി. ബാക്കി ഇവിടെ ബ്രാക്കറ്റ് സോറി ഈ 1 പ്ലസ് ടി ബൈ 273.15 ഒന്ന് ക്രോസ് ചെയ്തേ. 273.15 ഇൻറ്റു 1 പ്ലസ് ടി എന്ന് വരത്തില്ലേ ന്യൂമറേറ്ററിൽ. സോ 273.15 പ്ലസ് ടി ബൈ 273.15. ക്ലിയർ? അപ്പൊ എങ്ങനെ വന്നു? വി ടി സമം വി സീറോ ഇൻറ്റു 1 പ്ലസ് ടി ബൈ 273.15 എന്ന് കിട്ടിയതിൽ നിന്ന് വി സീറോ ഇപ്പുറത്ത് വന്നു. വി ടി ബൈ വി സീറോ സമം ഇത് ക്രോസ് ചെയ്തപ്പോ 273.15 പ്ലസ് ടി ബൈ 273.15. എങ്കിൽ കൂട്ടുകാരെ നോക്കൂ, വി ടി ബൈ വി സീറോ സമം വാട്ട് ഈസ് 273.15 പ്ലസ് ടി? നോക്കൂ, എക്സ് ഡിഗ്രി സെൽഷ്യസിനെ അതിന്റെ കെൽവിൻ സ്കെയിലിലെ കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ ആക്കാൻ വേണ്ടി 273.15 കൂട്ടിയതെന്ന് ഞാൻ പറഞ്ഞില്ലേ. 2 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയ കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചർ എത്ര? 273.15 പ്ലസ് 2 അല്ലെ. 5 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയ കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചർ എത്ര? 273.15 പ്ലസ് 5. അങ്ങനെയാണെങ്കിൽ 273.15 പ്ലസ് ടി എന്ന് പറയുന്നത് ഈ ടി ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയ കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചർ അല്ലേ. സോ കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചർ ഞാൻ ടി ക്യാപിറ്റൽ ടി ഇട്ട് കാണിക്കുന്നു. ഈ ടി എന്ന് പറയുന്നത് ടി ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയ ടെമ്പറേച്ചർ ആണ് കാണിക്കുന്നത്. സോ 273.15 പ്ലസ് ടി എന്ന് പറയുന്നത് കെൽവിൻ സ്കെയിലിലെ ടിക്ക് കറസ്പോണ്ടിങ് ആയ ടെമ്പറേച്ചർ ടി ടി. കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചർ ക്യാപിറ്റൽ ടി, ഇത് ടിക്ക് കറസ്പോണ്ടിങ് ആണെന്ന് കാണിക്കാൻ വേണ്ടി. ഓക്കെ, അതായത് കൂട്ടുകാരെ 273.15 പ്ലസ് 5 എന്ന് പറഞ്ഞാൽ 5 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയ കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചർ. അതിനെ ഞാൻ T5 എന്ന് വേണമെങ്കിൽ കാണിക്കാം. കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചർ ടി 5ന് കറസ്പോണ്ടിങ് ആയതെന്ന് കാണിക്കാം. അപ്പൊ ഇവിടെ 273.15 പ്ലസ് ടി എന്ന് പറഞ്ഞാൽ ടി ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയി കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചർ ആണെന്ന് കാണിക്കാനാണ്. അപ്പൊ ടി ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയി കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചർ ടി ടി. വാട്ട് ഈസ് 273.15? കെൽവിൻ സ്കെയിലിലെ 0 കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് 0 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയി കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചർ അല്ലേ. 273.15 എന്ന് പറഞ്ഞാൽ 273.15 പ്ലസ് 0 എന്നല്ലേ ഇതിന്റെ അർത്ഥം. അതായത് 0 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയി കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചർ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാം 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എത്ര കെൽവിനാ? 273.15 കെൽവിനാ. അപ്പൊ 0 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയ കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചർ, 0 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയ കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചർ ആണ് ടി. സോ T0 കൊടുത്തു. അപ്പൊ എന്തായി ടി ടി എന്ന് പറഞ്ഞാൽ 273.15 പ്ലസ് ടി എന്ന് പറഞ്ഞാൽ കെൽവിൻ സ്കെയിലിലെ ടി ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയ ടെമ്പറേച്ചർ. ടി ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയ കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചർ ആണ് 273.15 പ്ലസ് ടി. അതിനെ ഞാൻ ടി ടി എന്ന് കാണിച്ചു. 0 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയ കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചർ ആണ് 273.15. അതിന് ഞാൻ T0 എന്ന് കാണിച്ചു. സോ കെൽവിൻ സ്കെയിലിലെ ടി ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയ ടെമ്പറേച്ചർ ടി ടി, കെൽവിൻ സ്കെയിലിലെ 0ക്ക് കറസ്പോണ്ടിങ് ആയ ടെമ്പറേച്ചർ T0. ക്ലിയർ? അപ്പൊ വി ടി ബൈ വി സീറോ സമം ടി ടി ബൈ T0. ഓക്കെ, ദെൻ ഞാൻ ഈ ടി ടി ഇവിടേക്ക് കൊണ്ടുവരുന്നു, വി സീറോ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ എങ്ങനെ വരും? വി ടി ബൈ ടി ടി സമം വി സീറോ ബൈ T0. ക്ലിയർ? അപ്പൊ കൂട്ടുകാരെ വി ടി ബൈ ടി ടി സമം വി സീറോ ബൈ T0 എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ടി, ആ സമയത്തെ വോളിയം വി ടി ബൈ ടി ടി. സോ വോളിയം ബൈ ടെമ്പറേച്ചർ അല്ലെ. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലെ വോളിയം ബൈ ആ ടെമ്പറേച്ചർ വി ടി ബൈ ടി ടി സമം മറ്റൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ വോളിയം വി സീറോ ബൈ ആ ടെമ്പറേച്ചർ T0 അല്ലെ. അപ്പൊ വി ടി ബൈ ടി ടി സമം വി സീറോ ബൈ T0 എന്ന് പറഞ്ഞാൽ വോളിയം ബൈ ടെമ്പറേച്ചർ. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലെ വോളിയം വി ടി ബൈ ആ ടെമ്പറേച്ചർ ടി ടി എന്ന് പറയുന്നത് മറ്റൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലെ വോളിയം വി സീറോ ബൈ ആ ടെമ്പറേച്ചർ T0ക്ക് തുല്യമാണെന്ന് പറഞ്ഞാൽ വോളിയം ബൈ ടെമ്പറേച്ചർ ഒരു കോൺസ്റ്റന്റ് ആണെന്നല്ലേ അർത്ഥം. അല്ലെ, ഇത് തന്നെയല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഒരു ഫോർമാറ്റ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അതിനർത്ഥം V1 by T1 സമം V2 by T2 സമം V3 by T3 ഇങ്ങനെ എഴുതി പോകും പോലെയല്ലേ. അതല്ല ET by TT സമം V0 by T0 സമം V1 by T1 സമം V2 by T2 എഴുതി പോകുന്ന ഫോർമാറ്റ് എന്നല്ലേ കൂട്ടുകാരെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? വോളിയം ബൈ ടെമ്പറേച്ചർ ഒരു കോൺസ്റ്റന്റ് ആണെന്നാണ്. ക്ലിയർ? ദാറ്റ് മീൻസ് V by T സമം എ കോൺസ്റ്റന്റ്. വോളിയം ബൈ ടെമ്പറേച്ചർ ഒരു
കോൺസ്റ്റന്റ് ആണെന്നാണ്. അപ്പോൾ വോളിയം സമം എ കോൺസ്റ്റന്റ് കെ ഇൻറ്റു, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് എന്ന് ഇട്ടാൽ മതി, വോളിയം സമം എ കോൺസ്റ്റന്റ് ഇൻറ്റു ടെമ്പറേച്ചർ. ക്ലിയർ? അതിനർത്ഥം വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഓൺ കെൽവിൻ സ്കെയിൽ. ഞാൻ ഇവിടെ കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചർ എടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ എന്ത് മനസ്സിലായി കൂട്ടുകാരെ? VT/TT സമം V0/T0 എന്ന് പറഞ്ഞാൽ വോളിയം ബൈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അതായത് വോളിയം സമം എ കോൺസ്റ്റന്റ് ഇൻറ്റു ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ ആ കോൺസ്റ്റന്റ് മാറ്റിയാൽ അതിന്റെ അർത്ഥം എന്താ? വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടി. അതല്ലേ വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടിയിലേക്ക് ഒരു കോൺസ്റ്റന്റ് ഇടിച്ചുമ്പോൾ അത് വി സമയം കോൺസ്റ്റന്റ് ടി എന്നാവുന്നത്. അപ്പൊ കോൺസ്റ്റന്റ് മാറ്റിയാൽ എന്ത് പറയാം? വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടി. സോ വോളിയം ഓഫ് എ ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. കോൺസ്റ്റന്റ് പ്രഷറിൽ ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസിന്റെ വോളിയം കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചറിന് സമാനുപാതത്തിലാണ്. സോ വോളിയം ഓഫ് എ ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഓൺ കെൽവിൻ സ്കെയിൽ, അല്ലെങ്കിൽ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. കാരണം കെൽവിൻ സ്കെയിലാണ് നമ്മൾ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ സ്കെയിൽ എന്ന് വിളിക്കുക. സോ വോളിയം ഓഫ് ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഓൺ കെൽവിൻ സ്കെയിൽ. ക്ലിയർ? അപ്പൊ ഇതാണ് ചാൾസ് ലോ. അപ്പൊ ചാൾസ് ലോ പറയുന്നത് എന്താ കൂട്ടുകാരെ? ചാൾസ് ലോ പറയുന്നത് ഇതാണ്: അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിൽ വോളിയം ഓഫ് എ ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഓൺ കെൽവിൻ സ്കെയിൽ. ക്ലിയർ? ശരി, അപ്പൊ നമുക്ക് എന്ത് പറയാം? വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി, വി സമം എ കോൺസ്റ്റന്റ് ഇൻറ്റു ടി. വി ബൈ ടി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. വി ബൈ ടി ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും കൂട്ടുകാരെ? വി ബൈ ടി ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എഴുതാൻ പറ്റും. എങ്ങനെ? V1/T1 സമം V2/T2. ഓക്കെ, സോ ദാറ്റ് ഓൾ അബൌട്ട് ചാൾസ് ലോ. അപ്പൊ നോക്കിക്കുക, ടെമ്പറേച്ചർ ഓരോ ഡിഗ്രി കൂടുമ്പോഴും വോളിയം ഇനിഷ്യൽ വോളിയത്തിന്റെ 1/273.15 മടങ്ങായിട്ട് വർദ്ധിക്കും. ഒരു ഡിഗ്രി ടെമ്പറേച്ചർ കൂടുമ്പോൾ പുതിയ വോളിയം V1 എന്ന് പറയുന്നത് പഴയ വോളിയം V0 പ്ലസ് 1/273.15 ഓഫ് ആ ഇനിഷ്യൽ വോളിയമായിട്ട് വർദ്ധിക്കും. അങ്ങനെയാണെങ്കിൽ T ഡിഗ്രി കൂടിയാൽ അപ്പോഴത്തെ വോളിയം VT എന്ന് പറയുന്നത് V0 പ്ലസ് T/273.15 ആയിട്ട് വർദ്ധിക്കും. സോ VT സമം V0 പ്ലസ് T/273.15 ഓഫ് V0. ശരി, അങ്ങനെയാണെങ്കിൽ VT സമം V0 കോമൺ എടുത്താൽ ബാക്കി ഇവിടുന്ന് V0 പോയാൽ 1 പ്ലസ് T/273.15. V0 ഇപ്പുറത്ത് വരുന്നു. VT/V0 സമം ഇത് ക്രോസ് ചെയ്യുന്നു 273.15 പ്ലസ് T/273.15 അല്ലെ. 273.15 പ്ലസ് T എന്ന് പറയുന്നത് T ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയ കെൽവിൻ സ്കെയിലെ ടെമ്പറേച്ചർ ആണ് TT. 273.15 എന്ന് പറയുന്നത് 0 ഡിഗ്രിയിലെ കെൽവിൻ സ്കെയിലിന് കറസ്പോണ്ടിങ് ആയ ടെമ്പറേച്ചർ ആണ് T0. സോ VT/V0 സമം TT/T0. ക്രോസ് ചെയ്യുന്ന സമയത്ത് VT/TT സമം V0/T0 എന്ന് കിട്ടും. അതിന്റെ അർത്ഥം V/T സമയ കോൺസ്റ്റന്റ് ആണ്. അതായത് V1/T1 സമം V2/T2. അതല്ല VT/TT സമം V0/T0 എന്ന് പറഞ്ഞാൽ. ഇനി അപ്പൊ V സമയ കോൺസ്റ്റന്റ് ഇൻറ്റു T എന്ന് കിട്ടി. സോ V is directly proportional to temperature. That is, at constant pressure, volume of a fixed amount of gas is directly proportional to temperature on Kelvin scale. അപ്പൊ ഇതാണ് ചാൾസ് ലോ. ഇനി നമുക്ക് ചാൾസ് ലോയുടെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നോക്കാം. അതിനുശേഷം നമുക്ക് അതുമായി റിലേറ്റ് ചെയ്ത പ്രോബ്ലങ്ങൾ നോക്കണം. ശരി, നമുക്ക് ചാൾസ് ലോയുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നോക്കിയാൽ നോക്കൂ. ചാൾസ് ലോ പറയുന്നത് എന്താ? വോളിയം ഓഫ് എ ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഓൺ കെൽവിൻ സ്കെയിൽ എന്നല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നു? വോളിയം y ആക്സിസിലും ടെമ്പറേച്ചർ x ആക്സിലും എടുത്താൽ നോക്കൂ, ഒരു നിശ്ചിത ടെമ്പറേച്ചർ, ഇതാ ടെമ്പറേച്ചർ നമ്മളിങ്ങനെ മാർക്ക് ചെയ്തിരിക്കുകയാണല്ലോ, വോളിയം ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നു അല്ലേ. നമുക്ക് ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ ഇത്രയും വോളിയമാണ് നിങ്ങളുടെ ഗ്യാസ് എന്നുള്ളത് എന്നിരിക്കട്ടെ. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്ത് ചെയ്യും? വോളിയം കൂടും അല്ലെ. സോ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഇങ്ങനെ ഗ്രാഫ് ഇട്ടുക. ഇനി നിങ്ങൾ അപ്പൊ നോക്കിയേ, ചാൾസ് ലോ പറയുന്നത് വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അപ്പോ വോളിയം ടെമ്പറേച്ചർ കൂടുന്തോറും കൂടിപ്പോവും അല്ലെ. ടെമ്പറേച്ചർ കൂടുന്നു, ഒപ്പം വോളിയം കൂടുന്നു. അപ്പൊ ഗ്രാഫ് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇത് കോൺസ്റ്റന്റ് പ്രഷറിൽ വരയ്ക്കുന്ന ഗ്രാഫ് ആയതുകൊണ്ട് നമ്മൾ ഇതിനെ ഐസോബാർ എന്ന് വിളിക്കും കേട്ടോ. കോൺസ്റ്റന്റ് പ്രഷറിൽ വരയ്ക്കുന്ന ഈ ഗ്രാഫിന്റെ പേര് ഐസോബാർ. ക്ലിയർ? അപ്പൊ ചാൾസ് ലോ നമ്മൾ പറയുന്നത് എങ്ങനെയാ? അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വോളിയം ഓഫ് ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ എന്നല്ലേ. അപ്പൊ കോൺസ്റ്റന്റ് പ്രഷറിൽ വോളിയവും ടെമ്പറേച്ചറും സമാനുപാതത്തിലാണ്. സോ ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയവും കൂടും. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഐസോബാർ എന്നാണ്. ക്ലിയർ? ശരി കൂട്ടുകാരെ, ഇനി നിങ്ങൾ അറിയേണ്ടത്, പല പ്രഷറിൽ നമ്മൾ ഗ്രാഫ് വരച്ചാൽ, അതായത് ഒരു പർട്ടിക്കുലർ പ്രഷറിൽ വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസിന്റെ കണക്ഷൻ ഇങ്ങനെയാണ്. ഇനി ഇത് P1 എന്ന പ്രഷറിലാണ് നിങ്ങൾ പരിഗണിക്കുന്നത്. ഇതേ എമൗണ്ട് ഓഫ് ഗ്യാസ് മറ്റൊരു പ്രഷറിൽ
വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾ നോക്കിയപ്പോൾ ഇങ്ങനെ കിട്ടി. ഇത് മറ്റൊരു പ്രഷറാണ് P2. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയുന്നു. നമുക്കറിയാം ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസിനെ സംബന്ധിച്ച് ഒരു പർട്ടിക്കുലർ പ്രഷറിൽ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം ഇങ്ങനെ പോകും. ഇനി അതേ ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസിന്റെ രണ്ട് ഡിഫറന്റ് പ്രഷറിലെ ഐസോബാറുകൾ ഞാൻ വരച്ചിരിക്കുന്നു. അപ്പൊ ആദ്യ പ്രഷർ P1 പ്രഷറിൽ വോളിയം ടെമ്പറേച്ചർ എന്നുള്ള ഗ്രാഫാണ് ഈ വരച്ചിരിക്കുന്നത്. P2 എന്ന മറ്റൊരു പ്രഷറിൽ വോളിയം ടെമ്പറേച്ചർ എന്നുള്ള ഗ്രാഫിൽ പോയിരിക്കുന്നു. എങ്കിൽ ഇതിൽ ഏതായിരിക്കും കൂടിയ പ്രഷർ, ഏതായിരിക്കും കുറഞ്ഞ പ്രഷർ? നോക്കൂ, അത് അറിയാൻ ഒരു എളുപ്പ വഴിയുണ്ട്. നിങ്ങൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ സെലക്ട് ചെയ്യണം. എന്താ, ഞാൻ ഈ ടെമ്പറേച്ചർ സെലക്ട് ചെയ്തു. ആ ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ ഇങ്ങനെ വരച്ചു. ഓക്കെ, അപ്പോ ഈ ലൈൻ വന്ന് മുട്ടിയതാ ഈ ടെമ്പറേച്ചറിൽ P2 പ്രഷർ ഉള്ളപ്പോൾ ഗ്യാസിന്റെ വോളിയം എന്താ ഇത്രയുമാണ് അല്ലെ. P1 പ്രഷർ ഉള്ളപ്പോൾ ഗ്യാസിന്റെ വോളിയം ഇത്രയുമാണ് അല്ലേ. ഈ ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചറിൽ P2 പ്രഷർ കാണിക്കുന്ന P2 പ്രഷർ ഉള്ളപ്പോൾ ഉള്ള ഗ്യാസിന്റെ വോളിയം ഇത്, P1 പ്രഷർ ഉള്ളപ്പോൾ ഉള്ള ഗ്യാസിന്റെ വോളിയം ഇത്. ഏത് വോളിയാ കൂടുതൽ? P1 പ്രഷർ ഉള്ളപ്പോൾ ഉള്ള ഗ്യാസിന്റെ വോളിയാ കൂടുതൽ. അപ്പൊ വോളിയം കൂടുതലുള്ള പ്രഷർ ഏതാ? കുറഞ്ഞ പ്രഷറാ. അപ്പോ P1 എന്നുള്ളത് കുറഞ്ഞ പ്രഷറും P2 എന്നുള്ളത് കൂടിയ പ്രഷറും. കാരണം P2 പ്രഷറിലാണ് വോളിയം കുറവ്. ഓക്കെ, ഇന്നുകൂടി ഞാനൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയ പോയിന്റുകൾ മാർക്ക് ചെയ്തു. രണ്ട് പ്രഷറിലും വരച്ച ഗ്രാഫിൽ ആ പോയിന്റ് മാർക്ക് ചെയ്തു. ആദ്യ പ്രഷറിൽ വോളിയം കുറവും രണ്ടാമത്തെ പ്രഷറിൽ വോളിയം കൂടുതലും. വോളിയം കൂടിയ പ്രഷർ എന്ന് പറയുന്നത് കുറഞ്ഞ പ്രഷറാണ്. സോ P1 എന്നുള്ളത് കുറവും P2 എന്നുള്ള കൂടുതലുമാണ്. ഓക്കെ, രണ്ട് ഡിഫറന്റ് പ്രഷറിലെ ഐസോബറുകൾ ഞാൻ വരച്ചിരുന്നാൽ ഈ P1 എന്ന് പറയുന്നത് കുറഞ്ഞ പ്രഷറും P2 എന്നുള്ളത് കൂടിയ പ്രഷറായിരിക്കും. അപ്പൊ ഇതാണ് ചാൾസ് ലൈയുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനെ പറ്റി പറയാനുള്ളത്. സോ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്നുള്ള ചാൾസ് ലൈയുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് ചാൾസ് ലൈയുമായി റിലേറ്റ് ചെയ്ത ഒരു പ്രോബ്ലമാണ് ചെയ്യേണ്ടത്. നമുക്ക് ചോദ്യം ഇതാണ്: ഓൺ എ ഷിപ്പ് സെയിലിംഗ് ഇൻ പസഫിക് ഓഷൻ where temperature is 23.4 degrees Celsius, a balloon is filled with 2 liter air. എങ്ങനെ? On a ship sailing in Pacific Ocean where temperature is 23.4 degrees Celsius, a balloon is filled with 2 liter air. പസഫിക് ഓഷനിലൂടെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കപ്പലിൽ വെച്ച് അവിടെ ടെമ്പറേച്ചർ 23.4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ കപ്പലിൽ വെച്ച് ഒരു ബലൂൺ 2 ലിറ്റർ എയർ നിറച്ചിരിക്കുന്നു. ഒരു ബലൂണിൽ 2 ലിറ്റർ എയർ നിറച്ചിരിക്കുന്നു. What will be the volume of the balloon when the ship reaches Indian Ocean where temperature is 26.1 degrees Celsius? എന്തായിരിക്കും ഈ ബലൂണിന്റെ വോളിയം എപ്പോഴാണ് ഈ ഷിപ്പ് നേരെ ഒഴുകി സെയിൽ ചെയ്ത്, അല്ലെങ്കിൽ ആ ഷിപ്പ് നിങ്ങൾ സെയിൽ ചെയ്ത് എവിടെ എത്തുമ്പോൾ ഇന്ത്യൻ ഓഷനിൽ എത്തുമ്പോൾ അവിടെ ടെമ്പറേച്ചർ 26.1 ഡിഗ്രി സെൽഷ്യസ് ആണ്. ചോദ്യം സിമ്പിൾ ആണ്. നോക്കൂ, on a ship sailing in Pacific Ocean where temperature is 23.4 degrees Celsius, a balloon is filled with 2 liter air. What will be the volume of the balloon when the ship reaches Indian Ocean where temperature is 26.1 degree Celsius? അതായത് പസഫിക് ഓഷനിലൂടെ സെയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കപ്പലിൽ വെച്ച് ബലൂൺ വീർപ്പിക്കുന്നു. അവിടെ ടെമ്പറേച്ചർ 23.4 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ നിങ്ങളുടെ ബലൂണിൽ 2 ലിറ്റർ എയർ ഉണ്ട്. അതായത് ടെമ്പറേച്ചർ 23.4 ഡിഗ്രി ആയിരിക്കുമ്പോൾ നിങ്ങളുടെ ബലൂണിന്റെ വോളിയം 2 ലിറ്റർ ആണ്. ഇനി അതേ ഷിപ്പ് ഒഴുകി അത് സെയിൽ ചെയ്ത് ഇന്ത്യൻ സമുദ്രത്തിൽ എത്തുന്ന സമയത്ത് അവിടെ ടെമ്പറേച്ചർ 26.1 ഡിഗ്രി സെൽഷ്യസ് ആണ്. എത്രയായിരിക്കും നിങ്ങളുടെ ബലൂണിന്റെ വോളിയം എന്നാണ് ചോദ്യം. അതായത് ആദ്യത്തെ ടെമ്പറേച്ചർ T1 എന്നുള്ളത് 23.4 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കുമ്പോൾ അതിനെ നിങ്ങൾ കെൽവിനിലേക്ക് മാറ്റണം. അതെങ്ങനെ കെൽവിനിലേക്ക് മാറ്റുന്നത്? 273.15 കൂട്ടണം അല്ലെ. 23.4 പ്ലസ് 273.15 കൂട്ടണം. ശരി, ആ സമയം നിങ്ങൾക്ക് എത്ര കിട്ടും നോക്കിയാൽ 23.4 പ്ലസ് 273.15 കൂട്ടുകാരെ 296.55 എന്ന് വരുമല്ലേ. 296.55. ശരി, അപ്പോ നിങ്ങളുടെ ബലൂണിന്റെ വോളിയം V1 എന്ന് പറയുന്നത് T1 ടെമ്പറേച്ചർ, ആദ്യ ടെമ്പറേച്ചർ T1, അപ്പോൾ അടുത്ത വോളിയം V1 എന്ന് എടുത്തോളൂ. സോ T1 ടെമ്പറേച്ചർ ഉള്ളപ്പോൾ നിങ്ങളുടെ ബലൂണിന്റെ വോളിയം V1 എന്ന് പറയുന്നത് എത്രയാണ്? 2 ലിറ്റർ ആണ്. ഇനി ആ കപ്പൽ സെയിൽ ചെയ്ത് ഇന്ത്യൻ ഓഷനിൽ എത്തിയപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ T2 എന്ന് എടുക്കുന്നു. രണ്ടാമത്തെ ടെമ്പറേച്ചർ ആണല്ലോ, അത് 26.1 ഡിഗ്രി സെൽഷ്യസ് ആണ്. കെൽവിനിലേക്ക് മാറണം. കാരണം ചാൾസ് ലോ ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ കെൽവിൻ സ്കെയിലല്ലേ ചെയ്യാൻ പറ്റും. സോ 26.1 പ്ലസ് 273.15 കൂട്ടിക്ക് അപ്പൊ എത്ര കിട്ടും? 26
0.1 plus 273.15. സോ കൂട്ടുകാരെ 299.25 എന്ന് വരുമല്ലേ, 299.25. ശരി, അപ്പോഴത്തെ വോളിയം എത്രയെന്നാണ് ചോദ്യം. അപ്പോ ആദ്യം പസഫിക് ഓഷനിലായിരിക്കുമ്പോൾ ടെമ്പറേച്ചർ 23.4°C അഥവാ 296.55 കെൽവിൻ. അപ്പോഴത്തെ നിങ്ങളുടെ ബലൂണിന്റെ വോളിയം ഞാൻ V1 എടുത്തു. ആദ്യ ടെമ്പറേച്ചർ T1 എന്ന് എടുത്തുകൊണ്ട് അപ്പോഴത്തെ വോളിയം V1 എടുത്തു. T1 ടെമ്പറേച്ചറിലെ അതായത് 296.55 കെൽവിൻ ടെമ്പറേച്ചറിലെ വോളിയം V1 എന്നുള്ളത് 2 ലിറ്റർ. T2 ടെമ്പറേച്ചർ രണ്ടാമത്തെ ടെമ്പറേച്ചർ ഇന്ത്യൻ ഓഷനിൽ എത്തിയപ്പോൾ ടെമ്പറേച്ചർ എത്ര? 26.1°C അഥവാ 299.25 കെൽവിൻ. അപ്പോഴത്തെ വോളിയം എത്ര? V2 വോളിയം എത്ര എന്നാണ് ചോദ്യം. ശരി, നമുക്കറിയാം ചാൾസ് ലോ പറയുന്നത് വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്നാണ്. അതായത് വോളിയം ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു ടെമ്പറേച്ചർ എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? V/T സമം എ കോൺസ്റ്റന്റ് എന്നാണ്. വോളിയം ബൈ ടെമ്പറേച്ചർ സമം കോൺസ്റ്റന്റ് എന്നാണ്. ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. വോളിയം ബൈ ടെമ്പറേച്ചർ ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? V1/T1 സമം V2/T2 ആയിരിക്കും എന്ന് പറയാം അല്ലെ. V1/T1 സമം V2/T2 ആയിരിക്കും. ശരി, എങ്കിൽ അപ്പൊ നിങ്ങൾ ഇത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് V1/T1 സമം V2/T2 എന്ന്. അപ്പൊ V1/T1 സമം V2/T2 ആണെങ്കിൽ V2 എങ്ങനെ കണ്ടുപിടിക്കാം? സെക്കൻഡ് വോളിയം V2 കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കൂ, ഈ T2 ഇപ്പുറത്ത് വന്നാ പോരെ. അപ്പൊ V2 സമയം എങ്ങനെ വരും? V1 ഇവിടെ T2 ഡിവൈഡ് ചെയ്തേക്കും, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. V1 into T2/T1 എന്ന് കിട്ടും. സോ V2 സമം V1 into T2/T1. ക്ലിയർ? V1 into T2/T1. ശരി, V1 എത്രയാ? V1 നമുക്കറിയാം 2 ലിറ്റർ ഇൻറ്റു രണ്ടാമത്തെ ടെമ്പറേച്ചർ T2 എത്രയാ? 299.25 കെൽവിൻ ബൈ T1 എത്രയാ? 296.55 കെൽവിൻ. കൂട്ടുകാരെ ചെയ്യുമ്പോ കെൽവിനും ക്യാൻസൽ ആയി. ബാക്കി എത്ര നമുക്ക് വേണ്ടത് നോക്കൂ. 2 into 299.25 divided by 296.55 അല്ലെ. അപ്പൊ ആൻസർ 2.018 എന്ന് കിട്ടും അല്ലെ. സോ 2.018 ആണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ബലൂണിന്റെ വോളിയം. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ടെമ്പറേച്ചർ വർദ്ധിച്ചു. 23.4 നിന്ന് 26.1 ആയി, അഥവാ 296.55 നിന്ന് 299.25 ആയി. അപ്പൊ ഉറപ്പായും 2 ലിറ്ററിന് വോളിയം വർദ്ധിക്കണം. വോളിയം വർദ്ധിച്ച് എത്രയായി? 2.018 ആയിട്ട് മാറി. ക്ലിയർ? അപ്പൊ എങ്ങനെ കൂട്ടുകാർ കിട്ടി? നമുക്കറിയാം ചാൾസ് ലോ അനുസരിച്ച് V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T എങ്കിൽ V സമയ കോൺസ്റ്റന്റ് T, അതായത് V/T സമയ കോൺസ്റ്റന്റ് ആണ്. ദെൻ V1/T1 സമം V2/T2 ആണെന്ന് പറയാം. അപ്പൊ V1/T1 സമം V2/T2 ആണെങ്കിൽ V2 എങ്ങനെ കണ്ടുപിടിക്കാം? V1 into T2/T1. V1 നമുക്കറിയാം 2 ലിറ്റർ ഇൻറ്റു T2 എത്രയാ? 299.25 by 296.55 അതാണല്ലോ T1. സോ ചെയ്യുമ്പോൾ 2.018 ലിറ്റർ എന്ന് കിട്ടി. സോ ഇതാണ് ചാൾസ് ലോയുമായി ബന്ധപ്പെട്ട പ്രോബ്ലം. സോ നമ്മൾ ഇനി മൂന്നാമത്തെ ഗ്യാസ് ലോ ആയ ഗെലു-സാക്സ് ലോ ആണ് പറയാൻ പോവുക. കൂട്ടുകാരെ, ഗെലു-സാക്സ് ലോ പറയുന്നത് എന്താണെന്ന് നോക്കാം. നോക്കൂ, കോൺസ്റ്റന്റ് വോളിയത്തിൽ, അതായത് ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസിന്റെ വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത് അതിന്റെ പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയാണ് ഗെലു-സാക്സ് ലോ പറയുന്നത്. സോ ഗെലു-സാക്സ് ലോ എക്സ്പ്ലെയിൻസ് പ്രഷർ ടെമ്പറേച്ചർ റിലേഷൻഷിപ്പ് ഓഫ് എ ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസിന്റെ കോൺസ്റ്റന്റ് വോളിയത്തിലെ പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഗെലു-സാക്സ് ലോ പറയുന്നത്. ഇത് പറയാൻ വേണ്ടി, അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി നമുക്കൊരു ടയറിന്റെ ട്യൂബ് പരിഗണിക്കാം. നമുക്ക് ഈ ട്യൂബിനുള്ളിൽ നിങ്ങൾ ഗ്യാസ് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നു, എന്നിട്ട് അത് അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ട്യൂബിലുള്ള ഗ്യാസിന്റെ എമൗണ്ട് ഫിക്സഡ് ആണ്. ഒപ്പം ട്യൂബ് നിങ്ങൾക്ക് അറിയാമല്ലോ, അതങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോകുന്നതല്ല. സോ അതുകൊണ്ട് അതിന്റെ വോളിയവും ഫിക്സഡ് ആണ്. അപ്പൊ നിങ്ങളുടെ ടയറിന്റെ ട്യൂബ്, ആ ട്യൂബിനുള്ളിൽ നിറച്ചിരിക്കുന്ന ഗ്യാസിന്റെ വോളിയം ഫിക്സഡ് ആണ്. അതുപോലെ അതിനകത്തൊരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് ആണെന്നുള്ള നിറച്ചിരിക്കുന്നത്. ഇനി കാലാവസ്ഥക്കനുസരിച്ച് ഇതിന്റെ പ്രഷറിന് മാറ്റം ഉണ്ടാകും അല്ലെ. നിങ്ങൾക്ക് അറിയാം, നല്ല ചൂടുള്ള സമയത്ത് പ്രഷർ അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഈ ട്യൂബ് പൊട്ടിത്തെറിക്കും. എന്തുകൊണ്ടാണ്? കാരണം ചൂടുള്ള കാലാവസ്ഥയിൽ നിങ്ങളുടെ ഈ ട്യൂബിന്റെ ഉള്ളിൽ നിറച്ചിരിക്കുന്ന ഗ്യാസ് അല്ലെ, ഇതിന്റെ വോളിയം ഫിക്സഡ് ആണ്. ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് ഗ്യാസ് ഇതിനുള്ളിൽ നിറച്ചിരിക്കുകയാണ്.
ടെമ്പറേച്ചർ കൂടുമ്പോൾ ചൂടുള്ള കാലാവസ്ഥയിൽ ഇതിനുള്ളിലെ മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി കൂടും. അപ്പൊ ഇത് വന്ന ഇതിന്റെ ഭിത്തിയിലുള്ള കൊടുക്കുന്ന പ്രഷർ കൂടാൻ തുടങ്ങും. അതിന്റെ ഭാഗമായിട്ട് ഇത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം അല്ലെ. ഇനി അതുപോലെ അപ്പൊ തണുത്ത കാലാവസ്ഥയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി കുറഞ്ഞത് അടുത്തേക്ക് വരും. സ്വാഭാവികമായിട്ടും പ്രഷർ കുറയുന്നു. അപ്പൊ ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് ഒരു കോൺസ്റ്റന്റ് വോളിയം കൂടിയാണെങ്കിൽ, അതായത് വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ, ഒരു ട്യൂബിനുള്ളിലെ വോളിയം കോൺസ്റ്റന്റ് ആണ്, ട്യൂബിന്റെ വോളിയം കോൺസ്റ്റന്റ് ആണ്. അങ്ങനെ ആയിരിക്കുമ്പോ ടെമ്പറേച്ചർ കൂടിയാൽ എന്ത് ചെയ്യും? ആ മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി കൂടും. അത് ചെന്ന് അതിനെ എടുത്തു വെച്ചിരിക്കുന്ന ആ ട്യൂബിന്റെ ഭിത്തിയിൽ കൊടുക്കുന്ന പ്രഷർ കൂടും. സോ പ്രഷർ വർദ്ധിച്ചുകൊണ്ടിരിക്കും അല്ലെ. സോ അറ്റ് കോൺസ്റ്റന്റ് വോളിയം pressure of a fixed amount of gas is directly proportional to its temperature. ടെമ്പറേച്ചർ കൂടിയാൽ പ്രഷർ കൂടും. ടെമ്പറേച്ചർ കുറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഗ്യാസ് മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി കുറയും. സോ സ്വാഭാവികമായിട്ടും അത് ചെന്ന് ആ ട്യൂബിന്റെ ഭിത്തിയിൽ കൊടുക്കുന്ന പ്രഷർ കുറയും. സോ ടെമ്പറേച്ചർ കുറഞ്ഞാൽ പ്രഷർ കുറയും. ടെമ്പറേച്ചർ കൂടിയാൽ എന്ത് ചെയ്യും? പ്രഷർ കൂടും. അതുകൊണ്ടാണ് കാലാവസ്ഥയ്ക്കനുസരിച്ച് ടയറിന്റെ ട്യൂബിന്റെ പ്രഷർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് കേട്ടോ. കാരണം എന്താ കൂട്ടുകാരെ? അറ്റ് കോൺസ്റ്റന്റ് വോളിയം pressure of a fixed amount of gas is directly proportional to temperature. Our pressure സമം നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? A constant into temperature. കോൺസ്റ്റന്റ് നിങ്ങൾക്ക് എന്ന് കൊടുത്താൽ പ്രഷർ സമം A constant K into temperature അല്ലെ. അപ്പൊ T ഇപ്പുറത്ത് വന്നാൽ എന്ത് പറയാൻ പറ്റും? P/T സമം A constant. പ്രഷർ ബൈ ടെമ്പറേച്ചർ ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പറയാം? P1/T1 സമം P2/T2. കാരണം ഒരു പ്രത്യേക സമയത്തെ പ്രഷർ P1 അപ്പോഴത്തെ ടെമ്പറേച്ചർ T1 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണല്ലേ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് മറ്റൊരു ടെമ്പറേച്ചർ T2ലെ പ്രഷർ P2/T2ന് തുല്യമായിരിക്കും അല്ലെ. ഒരു T1 ടെമ്പറേച്ചർ പ്രഷർ P1, T2 ടെമ്പറേച്ചർ പ്രഷർ P2. ദെൻ P1/T1 എന്ന് പറയുന്നതും P2/T2 എന്ന് പറയുന്നതും ഇനി മറ്റൊരു കണ്ടീഷൻ എടുത്താൽ P3/T3 എന്ന് പറയുന്നതും എല്ലാം തുല്യമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞ പ്രഷർ ബൈ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. ആർക്ക്? കോൺസ്റ്റന്റ് വോളിയത്തിലിരിക്കുന്ന ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസിന്റെ പ്രഷർ ബൈ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ദാറ്റ് ഓൾ അബൌട്ട് ഗെയിലുസാക്സ് ലോ. അപ്പൊ ഗെയിലുസാക്സ് ലോ പറഞ്ഞത് കോൺസ്റ്റന്റ് വോളിയം ആയിരിക്കും. കോൺസ്റ്റന്റ് വോളിയം pressure of a fixed amount of gas is directly proportional to its temperature. So pressure സമയ constant in temperature, then pressure സമയ constant K in temperature, then P/T സമയ constant, then P1/T1 സമം P2/T2 എന്ന് പറയാൻ സാധിക്കും അല്ലെ. ഇനി അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എങ്ങനെയായിരിക്കും? നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പറയാം, പ്രഷറും ടെമ്പറേച്ചറും സമാനുപാതത്തിലല്ലേ. അപ്പോ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യും? പ്രഷർ കൂടും. ഓക്കെ. സോ ഇതാണ് പ്രഷർ ടെമ്പറേച്ചർ റിലേഷൻഷിപ്പിനെ പറ്റി പറയുന്ന ഗെലൂസാക്സ് ലോയുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ക്ലിയർ? അപ്പൊ കൂട്ടുകാരെ, അവഗാഡ്രോസ് ലോ എന്ന നാലാമത്തെ ഗ്യാസ് ലോ പറയുന്നത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്യാസിന്റെ വോളിയം അതിന്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന് സമാനുപാതത്തിലായിരിക്കുന്നതാണ്. നോക്കൂ, ടെമ്പറേച്ചറും പ്രഷറും ഫിക്സഡ് ആണെന്നിരിക്കട്ടെ. ഇനി ആ ഗ്യാസിന്റെ വോളിയം ആരെ ആശ്രയിച്ചിരിക്കും? അതിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടിയാൽ വോളിയം എന്ത് ചെയ്യും? വർദ്ധിക്കും. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറഞ്ഞാൽ എന്ത് ചെയ്യും? വോളിയം കുറയും. സോ at constant temperature and pressure, volume of gas is directly proportional to number of particles. അങ്ങനെയാണെങ്കിൽ V സമം കോൺസ്റ്റന്റ് K ഇൻറ്റു N എന്ന് പറയാം. നോക്കൂ, ഈ K ഓരോ ഗ്യാസിലാക്കി കോൺസ്റ്റന്റ് വ്യത്യസ്തമായിരിക്കും. ഞാൻ എല്ലായിടത്തും K എന്ന് പറയുന്നേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് ഓരോ ഇടത്തും K1, K2, K3 അങ്ങനെ കോൺസ്റ്റന്റ് മാറ്റി കൊടുക്കാം. സോ അപ്പോ at constant temperature and pressure, volume of gas is directly proportional to number of particles. Then volume V equal to a constant K into N. ക്ലിയർ? ശരി. അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ പറയുക, രണ്ട് ഡിഫറന്റ് ഗ്യാസ് ഞാൻ പരിഗണിച്ചു എന്ന് സങ്കല്പിക്കൂ. രണ്ട് ഡിഫറന്റ് ഗ്യാസസ്, ലെറ്റ് ഇറ്റ് ബി ഹൈഡ്രജൻ ആൻഡ് ഹീലിയം. ഹൈഡ്രജനും ഹീലിയം ആണെന്ന് സങ്കല്പിക്കും. ഇവരുടെ വോളിയം സെയിം ആണെന്ന് സങ്കല്പിച്ചോളൂ. ഇപ്പൊ 2 ലിറ്റർ വോളിയം സെയിം ആണ്. അപ്പോൾ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണെങ്കിൽ വോളിയം എന്നുള്ളത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന് സമാനുപാതത്തിലാണെന്ന് പറഞ്ഞില്ലേ. ഇനി ഇവർ രണ്ടുപേരുടെയും പ്രഷറും ടെമ്പറേച്ചറും അപ്പൊ സെയിം ആണെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ഇവിടുത്തെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്നും ഇവിടുത്തെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്നും തുല്യമായിരിക്കും. ഓക്കെ. അതായത് ഏതു രണ്ട് ഡിഫറന്റ് ഗ്യാസ് എടുത്താലും അവരുടെ സെയിം പ്രഷറും ടെമ്പറേച്ചറും ആണെങ്കിൽ, ഈക്വൽ വോളിയം കൂടിയാണെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് സെയിം ആയിരിക്കും. കാരണം എന്താ, നമ്മൾ പറഞ്ഞല്ലോ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചറും പ്രഷറും ആണെങ്കിൽ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അപ്പോ ഈ രണ്ട് ഡിഫറന്റ് ഗ്യാസ് അവർ സെയിം പ്രഷറിലും ടെമ്പറേച്ചറിലും ആണെങ്കിൽ
അപ്പൊ പിന്നെ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അപ്പൊ സെയിം വോളിയം കൂടിയാണെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ അവഗാഡ്രോയുടെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ്, ഈക്വൽ വോളിയംസ് ഓഫ് ആൾ ഗ്യാസസ് അണ്ടർ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഈക്വൽ വോളിയം ഓഫ് എനി ഗ്യാസ്, ഹൈഡ്രജൻ, ഹീലിയം, ഏത് ഗ്യാസ് ആവട്ടെ, ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് അണ്ടർ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, സെയിം ടെമ്പറേച്ചറിലും പ്രഷറിലും കൂടി ആണെങ്കിൽ അവരുടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈക്വൽ വോളിയംസ് ഓഫ് എനി ഗ്യാസസ്, ഈക്വൽ വോളിയം, സെയിം വോളിയം ആയിരിക്കണം അല്ല. അപ്പൊ ഈക്വൽ വോളിയംസ് ഓഫ് എനി ഗ്യാസസ്, രണ്ടിടത്തെ വോളിയം നമ്മൾ വീന്ന് മാർക്ക് ചെയ്യുന്നു. ഇപ്പൊ 2 ലിറ്ററിന് പകരം വീന്ന് മാർക്ക് ചെയ്യുന്നു. സോ ഈക്വൽ വോളിയംസ് ഓഫ് എനി ഗ്യാസസ് അണ്ടർ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, സെയിം ടെമ്പറേച്ചറും പ്രഷറും ആണെങ്കിൽ കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അപ്പൊ അവരുടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസും ഈക്വൽ ആയിരിക്കും. അപ്പൊ നോക്കിക്കേ, അവഗാഡ്രോസ് ലോ പറയുന്നത് ഈക്വൽ വോളിയംസ് ഓഫ് ആൾ ഗ്യാസസ് അണ്ടർ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലേ. അപ്പൊ ഏതൊരു ഗ്യാസിന്റെയും ഈക്വൽ വോളിയം നിങ്ങൾ എടുക്കുന്നു, അത് സെയിം ടെമ്പറേച്ചറിലും സെയിം പ്രഷറിലും ആണെങ്കിൽ ഈക്വൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആയിരിക്കും എന്ന് പറയുന്നു. അപ്പൊ തിരിച്ച് ഏത് ഗ്യാസിന്റെയും ഈക്വൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എടുക്കുന്നു, അത് സെയിം ടെമ്പറേച്ചറിലും പ്രഷറിലും ആണെങ്കിൽ അത് ഈക്വൽ വോളിയം ആയിരിക്കില്ലേ അല്ലെ. അതായത് കൂട്ടുകാരെ ആലോചിച്ച്, ഏതു ഗ്യാസിന്റെയും ഈക്വൽ വോളിയം എടുക്കുന്നു, അത് സെയിം ടെമ്പറേച്ചറിലും പ്രഷറിലും ആണെങ്കിൽ അത് ഈക്വൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആയിരിക്കും. അപ്പൊ അതുപോലെ സെയിം ടെമ്പറേച്ചറിലും പ്രഷറിലും സ്ഥിതി ചെയ്യുന്ന ഏത് ഗ്യാസിന്റെയും ഈക്വൽ വോളിയത്തിൽ ഈക്വൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണെങ്കിൽ, അതുപോലെ സെയിം ടെമ്പറേച്ചറിലും പ്രഷറിലും സ്ഥിതി ചെയ്യുന്ന ഏത് ഗ്യാസിന്റെയും ഈക്വൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എടുത്താൽ അത് ഈക്വൽ വോളിയം ആയിരിക്കില്ലേ. അതാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ ഏത് ഗ്യാസും എടുക്കൂ, ആ സെയിം ടെമ്പറേച്ചറും പ്രഷറും എന്നുള്ളത് 273 കെൽവിനും 1 ബാർ പ്രഷറും, 1 ബാർ പ്രഷർ എന്ന് പറഞ്ഞാൽ 10⁵ പാസ്കലും ആണെന്നിരിക്കട്ടെ. അപ്പൊ ഈക്വൽ ടെമ്പറേച്ചറിലും പ്രഷറിലും സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്യാസ്, ആ ഈക്വൽ ടെമ്പറേച്ചറും പ്രഷറും എന്ന് പറയുന്ന ഈക്വൽ ടെമ്പറേച്ചർ 273 കെൽവിനും ഈക്വൽ പ്രഷർ 1 ബാറും ആണെങ്കിൽ, ഇതിനെ നിങ്ങൾ STP എന്ന് വിളിക്കും അല്ലെ, ആണെങ്കിൽ അതിന്റെ 1 മോൾ എടുത്താൽ എന്ന് പറഞ്ഞാൽ ഈക്വൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നിങ്ങൾ എടുത്താൽ 1 മോൾ എടുത്താൽ അതിന്റെ വോളിയം, ഏതൊരു ഗ്യാസും ആയിക്കൊള്ളട്ടെ, അതിന്റെ വോളിയം 22.7 ലിറ്റർ ആയിരിക്കും. അപ്പൊ ഏതൊരു ഗ്യാസിന്റെയും ഈക്വൽ ടെമ്പറേച്ചറിലും പ്രഷറിലും സ്ഥിതി ചെയ്യുന്ന, അതായത് 273 കെൽവിനും 1 ബാർ പ്രഷറിലും സ്ഥിതി ചെയ്യുന്ന ഈക്വൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 1 മോൾ പാർട്ടിക്കിൾസ് നിങ്ങൾ എടുത്താൽ, അപ്പൊ ഏതൊരു ഗ്യാസിന്റെയും 273 കെൽവിനിലും 1 ബാർ പ്രഷറിലും സ്ഥിതി ചെയ്യുന്ന 1 മോൾ പാർട്ടിക്കിൾസ് എടുത്താൽ അതിന്റെ വോളിയം സെയിം ആയിരിക്കണ്ടേ. ആ വോളിയം 22.7 ലിറ്റർ ആയിരിക്കും. അതായത് STP, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും പ്രഷറിലും, അതായത് 273 കെൽവിൻ ടെമ്പറേച്ചറിലും 1 ബാർ പ്രഷറിലും സ്ഥിതി ചെയ്യുന്ന ഏത് ഗ്യാസും എടുത്താൽ, അപ്പൊ സെയിം ടെമ്പറേച്ചറും സെയിം പ്രഷറുമാണ്, അതിന്റെ 1 മോൾ എടുത്താൽ അപ്പൊ സെയിം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടിയാണ്. എങ്കിൽ എന്ത് സെയിം ആയിരിക്കണം? വോളിയം കൂടി സെയിം ആയിരിക്കണം. അപ്പൊ ഏതൊരു ഗ്യാസിന്റെയും 273 കെൽവിൻ ടെമ്പറേച്ചറിലും 1 ബാർ പ്രഷറിലും സ്ഥിതി ചെയ്യുന്ന 1 മോൾ പാർട്ടിക്കിൾസ് എടുത്താൽ സെയിം ടെമ്പറേച്ചർ, സെയിം പ്രഷർ, സെയിം നമ്പർ ഓഫ് മോൾസ്, അപ്പൊ അതിന്റെ വോളിയവും സെയിം ആയിരിക്കും. വോളിയം 22.7 ലിറ്റർ ആയിരിക്കും. ഇനി സെയിം ടെമ്പറേച്ചറും പ്രഷറും എന്നുള്ളത് 273 കെൽവിനും 1 ATM പ്രഷറും ആണെന്നിരിക്കട്ടെ. അപ്പോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 1 മോൾ ആണെങ്കിൽ, അപ്പൊ സെയിം ടെമ്പറേച്ചർ, സെയിം പ്രഷർ, സെയിം നമ്പർ ഓഫ് മോൾസ്. ആ സെയിം ടെമ്പറേച്ചർ 273 കെൽവിൻ, സെയിം പ്രഷറിൽ ഒരു മാറ്റം 1 ATM, സെയിം നമ്പർ ഓഫ് മോൾസ് എന്നുള്ളത് 1 മോൾ ആണെങ്കിൽ, അപ്പൊ അതിന്റെ വോളിയം, ഏത് ഗ്യാസിന്റെയും വോളിയം സെയിം ആയിരിക്കും. കാരണം സെയിം ടെമ്പറേച്ചർ, സെയിം പ്രഷർ, സെയിം നമ്പർ ഓഫ് മോൾസ്. അപ്പൊ ഏത് ഗ്യാസും ആയിക്കൊള്ളട്ടെ അതിന്റെ വോളിയം സെയിം ആയിരിക്കും. ആ സെയിം വോളിയം എത്രയായിരിക്കും? 22.4 ലിറ്റർ. ഇനി SATP ആണെന്നിരിക്കട്ടെ, സ്റ്റാൻഡേർഡ് ആംബിയന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണെന്നിരിക്കട്ടെ. അതായത് 298 കെൽവിൻ. എന്ത് 298 കെൽവിൻ? നമ്മുടെ റൂം ടെമ്പറേച്ചർ 25°C, അതിന് കറസ്പോണ്ടിങ് ആയ ടെമ്പറേച്ചർ 298 കെൽവിൻ. കെൽവിനിലേക്ക് മാറ്റുമ്പോൾ അല്ലെ 273 പ്ലസ് 25, 298 കെൽവിൻ. 298 കെൽവിനും പ്രഷർ 1 ബാറും ആണ്, നമ്പർ ഓഫ് മോൾസ് 1 ആണെങ്കിൽ, അപ്പൊ 298 കെൽവിനും 1 ബാർ പ്രഷറിലും സ്ഥിതി ചെയ്യുന്ന 1 മോൾ പാർട്ടിക്കിൾസ്, സെയിം ടെമ്പറേച്ചർ, സെയിം പ്രഷർ, സെയിം നമ്പർ ഓഫ് മോൾസ്, എങ്കിൽ അതിന്റെ വോളിയം എത്രയായിരിക്കും? 24.7 ലിറ്റർ. അപ്പൊ ഇത് തിരിഞ്ഞു പോകരുത്. നമ്മൾ പറഞ്ഞതാ, ഈക്വൽ ടെമ്പറേച്ചറിലും പ്രഷറിലും സ്ഥിതി ചെയ്യുന്ന ഈക്വൽ വോളിയം ഗ്യാസിന്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് സെയിം ആയിരിക്കും. അത് ഞാനൊന്ന് തിരിച്ചു പറഞ്ഞാൽ, ഈക്വൽ ടെമ്പറേച്ചറിലും പ്രഷറിലും, സെയിം ടെമ്പറേച്ചറിലും പ്രഷറിലും സ്ഥിതി ചെയ്യുന്ന ഈക്വൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എടുത്താൽ അതിന്റെ വോളിയം സെയിം ആയിരിക്കും. അപ്പൊ ഞാൻ ആ ടെമ്പറേച്ചറും പ്രഷറും നമ്പർ ഓഫ് പാർട്ടിക്കിൾസും പറയാണ്. 273 കെൽവിൻ ടെമ്പറേച്ചറും 1 ബാർ പ്രഷർ, അതായത് 10⁵5 പാസ്കൽ പ്രഷറും 1 മോളാണ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എങ്കിൽ, വോളിയം ഏത് ഗ്യാസിന്റെയും 22.7 ലിറ്റർ ആയിരിക്കും. അത് 273 കെൽവിൻ ടെമ്പറേച്ചറും 1 ATM പ്രഷറും 1 മോൾ പാർട്ടിക്കിൾസും ആണെങ്കിൽ വോളിയം 22.4 ലിറ്റർ ആയിട്ട് മാറും.
ദെൻ 298 കെൽവിനും 1 ബാർ പ്രഷറും 1 മോൾ പാർട്ടിക്കിൾസും ആണെങ്കിൽ വോളിയം എത്രയാണ് 24.7 ലിറ്റർ. സോ ദാറ്റ് ഓൾ അബൌട്ട് അവഗാഡ്രോസ് ലോ. ഇനി നമുക്ക് അവഗാഡ്രോസ് ലോയുമായി ബന്ധപ്പെട്ട ഒരു ഡെറിവേഷൻ ടൈപ്പ് പ്രോബ്ലം കൂടി ചെയ്ത് ക്ലാസ് അവസാനിപ്പിക്കാം. സോ കൂട്ടുകാരെ, ചോദ്യം: ഷോ ദാറ്റ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഡെൻസിറ്റി ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോളാർ മാസ്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും ഒരു ഗ്യാസിന്റെ ഡെൻസിറ്റി അതിന്റെ മോളാർ മാസിന് സമാനുപാതത്തിലാണെന്ന് പ്രൂവ് ചെയ്യും. സോ നമുക്കറിയാം, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വോളിയം ഓഫ് ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് അല്ലെ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം വോളിയം V ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് K ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് N. നമ്പർ ഓഫ് മോൾസ് കണ്ടെത്താൻ നിങ്ങൾക്കറിയാം. എങ്ങനെ നമ്പർ ഓഫ് മോൾസ് കണ്ടെത്തുക? ഗിവൺ മാസ് A ബൈ മോളാർ മാസ് M ബൈ M. അപ്പൊ സ്മാൾ ലെറ്റർ M എന്ന് പറയുന്നത് ഗിവൺ മാസ്, ക്യാപിറ്റൽ ലെറ്റർ M എന്ന് പറയുന്നത് മോളാർ മാസ്. ക്ലിയർ? നമുക്കറിയാം വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ നമ്പർ ഓഫ് മോൾസ്, ദെൻ V സമയ കോൺസ്റ്റന്റ് K ഇൻറ്റു M. അങ്ങനെയാണെങ്കിൽ V സമം K ഇൻറ്റു നമ്പർ ഓഫ് മോൾസിന് പകരം ഗിവൺ മാസ് A ബൈ മോളാർ മാസ് എടുക്കാം. ശരി, ഞാൻ ഈ മോളാർ മാസ് ഇവിടെ കൊണ്ടുവരുന്നു, വോളിയം അപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ മോളാർ മാസ് ഇവിടെ വരുന്നു M ഈസ് ഈക്വൽ ടു K ഇൻറ്റു M ബൈ V. ഓക്കെ, ദാറ്റ് ഈസ് ഗിവൺ മാസ് ബൈ വോളിയം. ഫസ്റ്റ് ഈസ് മാസ് ബൈ വോളിയം ഡെൻസിറ്റി. അപ്പൊ മോളാർ മാസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു ഡെൻസിറ്റി D. അപ്പൊ കോൺസ്റ്റന്റ് അങ്ങ് കളഞ്ഞാൽ മോളാർ മാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി. ക്ലിയർ? സോ അപ്പൊ നമുക്ക് എന്ത് ക്ലിയർ ആയി? മോളാർ മാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റി. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ആദ്യം കെൽവിൻ സ്കെയിൽ എന്താണെന്ന് പറഞ്ഞു. നോക്കൂ, എന്താണ് കെൽവിൻ സ്കെയിൽ? കെൽവിൻ സ്കെയിൽ എന്ന് പറയുന്നത് ഒരു ഗ്യാസിനെ നിങ്ങൾ തണുപ്പിക്കും തോറും അതിന്റെ വോളിയം കുറയും. അങ്ങനെ കുറഞ്ഞ ഗ്യാസ് സീറോ വോളിയം ഒക്കുപ്പൈ ചെയ്യുന്ന -273.15 ഡിഗ്രി സെൽഷ്യസ്, അബ്സല്യൂട്ട് സീറോ, അവിടെ നിന്ന് ആരംഭിക്കുന്ന ടെമ്പറേച്ചർ സ്കെയിലാണ് കെൽവിൻ സ്കെയിൽ. ശരി, അപ്പോ കെൽവിൻ സ്കെയിൽ സ്റ്റാർട്ട് ചെയ്യുക 0 കെൽവിൻ എന്ന് പറയുന്നത് -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി ഡിഗ്രി സെൽഷ്യസിനെ കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റാൻ വേണ്ടി 273.15 ആഡ് ചെയ്താൽ മതി. ദെൻ നമ്മൾ ചാൾസ് ലാ ഡെറൈവ് ചെയ്തു. വോളിയം ഈസ് ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ടെമ്പറേച്ചർ. എപ്പോഴാ? പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ? ബട്ട് കോൺസ്റ്റന്റ് പ്രഷർ വോളിയം ഓഫ് ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ നമ്മൾ പറഞ്ഞു. ദെൻ നമ്മൾ അതുമായി റിലേറ്റ് ചെയ്ത പ്രോബ്ലം ചെയ്തു. ദെൻ നമ്മൾ ഗെലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം പറഞ്ഞു. ഗെലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം പറയുന്നത് അറ്റ് കോൺസ്റ്റന്റ് വോളിയം പ്രഷർ ഓഫ് എ ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ടെമ്പറേച്ചർ എന്നുള്ളതാണ്. ശരി, അതിനുശേഷം നമ്മൾ പറഞ്ഞത് അവഗാഡ്രോസ് ലോ. അവഗാഡ്രോസ് ലോ പറയുന്നത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വോളിയം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്നുള്ളതാണ്. അതുപോലെ ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ് അണ്ടർ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്നുള്ളത്. ശരി, നമ്മൾ അതുമായി ബന്ധപ്പെട്ട റിലേറ്റ് ചെയ്തിട്ടുള്ള പോർഷൻസ് എല്ലാം ഡിസ്കസ് ചെയ്തു. സോ ദാറ്റ് ഓൾ അബൌട്ട് ടുഡേസ് ക്ലാസ്. അപ്പോൾ ഇത്രയും പോർഷൻസ് നന്നായി കണ്ടുപിടിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. സീ യു ആൾ. ബൈ. താങ്ക് യു.